അപ്പോൾ നമ്മുടെ ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് ഫുഡ് മുക്കി കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിവിൻ ചേട്ടൻ അത് വിശ്വസിക്കുമോ? കഴിച്ചു നോക്കാനുള്ള ധൈര്യം ഉണ്ടോ? നിങ്ങൾ ആദ്യം കഴിച്ചു നോക്കൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ല, ധൈര്യം പരീക്ഷ നോക്കുന്നാണല്ലോ. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിവിൻ ചേട്ടൻ ചെയ്യുമ്പോൾ ധൈര്യമാണ് എനിക്ക് കിട്ടേണ്ടത്. കഴിക്കാലോ അല്ലേ? ധൈര്യമായി. എന്ത് മനുഷ്യനാണോ? നല്ല ചവർപ്പുണ്ട് കേട്ടോ. ഒരു തുപ്പണോ? തുപ്പണ്ട, കഴിക്കാം നമുക്ക്. എഡിബിൾ ആണ്. ചേട്ടന് ഡൗട്ട് ഉണ്ട്, ഞാനിപ്പോ കാട്ടിത്തരാം. ഏതായാലും കുളിച്ചു ഇനി നനഞ്ഞു കയറാം. ഉണങ്ങും. ഡയറക്ടർക്കും കൊടുക്കും. നീ കഴിച്ചു നോക്കടാ. നീ വയലട്ടെ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മെറ്റലാണ്. ഉടനെ ഇപ്പോഴേ അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഇതൊരു ലോഹമാണ്, പക്ഷെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. നിവിൻ ചേട്ടൻ ആണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയാൽ മതി. വെള്ളത്തിലിട്ടാ മതിയോ? ഇട്ടിട്ട് പതിയെ ഉണ്ടാവുള്ളൂ. ധൈര്യമായിട്ട് ഇരുന്നോളൂ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ഇട്ടോ പഠിക്കോ. എനിക്കറിയാൻ തന്നെയാണ് ചോദിക്കുന്നത്. എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? ഓക്കെ, എല്ലാവരും ഒന്ന് ഇറങ്ങി നിന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ.